സകല ഹൃദയങ്ങൾക്കും ആശ്വാസം നൽകുന്ന യേശുക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഗ്രേറ്റ് വിഷൻ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. ലോകത്തിന്റെ നാനാ കോണുകളിൽ മാനസികമായി തളർന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു തളർന്ന മനസ്സിന് പ്രതീക്ഷയുടെ 51 സന്ദേശങ്ങൾ. വിശ്വാസ പരിശോധനയിൽ തെല്ലും പതറിയിടല്ലേ, കർത്തൻ നാമം മുറുകെ നമ്മൾ പിടിച്ചുകൊള്ളണമേ. അഗ്നിപരിശോധനയിലും കർത്തൻ വരും ശക്തിയോടെ, ഭക്തരുടെ നടുവിലവൻ നാലാമനായി. യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരവസരം നൽകൂ. നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. ആത്മഹത്യ ചെയ്യരുത്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ഏത് പ്രശ്നവും യേശുവിനോട് തുറന്നു പറയാം. നിന്റെ സകല പാപവും യേശു ക്ഷമിക്കും. നിന്റെ മനസാക്ഷിയിലെ പാപക്കറ യേശു നീക്കും. എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശു ഒരു പുതുവഴി തുറക്കും. നിന്റെ പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കൂ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിനക്ക് താങ്ങുവാൻ കഴിയാത്തത് യേശുവിനെ ഏൽപ്പിക്കൂ. നിന്നെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. മനം തളർന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകും. നിരാശ നിറഞ്ഞ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കൂ. പ്രതീക്ഷയും സമാധാനവും നിനക്ക് ലഭിക്കും. നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും. നിന്റെ തളർന്ന മനസ്സിനെ കണ്ട് മറികടന്ന് ഒരിക്കലും യേശു പോകില്ല. ആരെക്കാളും നിന്നെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. തകർന്ന് നിന്നെ യേശു താങ്ങും. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു വിളിച്ചാൽ നീ ഒഴിഞ്ഞു മാറരുത്. അതിൽ ഒരു അനുഗ്രഹമുണ്ട്. നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. നിന്നെ അലട്ടുന്ന ഏത് വിഷയവും യേശുവിനോട് തുറന്നു പറയാം. നിന്റെ അസാധ്യങ്ങളെ യേശു സാധ്യമാക്കി തരും. യേശുവിന്റെ അടുക്കൽ വരുന്ന നിന്നെ അവൻ ഒരിക്കലും കൈവിടില്ല. അസ്തമിച്ചു എന്ന് തോന്നുന്ന നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ഉദയം തരുവാൻ യേശുവിന് കഴിയും. യേശു ഒരിക്കലും നിന്നെ മറക്കില്ല. സ്വയം ശപിക്കരുത്. നിന്നെ അനുഗ്രഹിപ്പാൻ യേശു മതിയായവൻ. നിന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ നൊമ്പരം യേശുവിനറിയാം. യേശുവിന് നീ എത്രയും വിലപ്പെട്ടവനാണ്. നിന്റെ മനസ്സ് യേശു ഒരിക്കലും മുറിക്കില്ല. തന്റെ മുറിവുകൾ നിന്റെ ഏത് മുറിവുകളെയും സൗഖ്യമാക്കും. എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നുവോ? തീർച്ചയായും നിന്നെ യേശുവിന് ആവശ്യമാണ്. യേശു ഒരിക്കലും നിന്നെ വഴിമത്തി ഉപേക്ഷിക്കില്ല. യേശു ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിന്റെ വഴികളെ യേശു ക്രമപ്പെടുത്തും. പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ ആ വാതിൽ തുറക്കുവാൻ നീ യേശുവിനെ വിളിക്കൂ. നീ സുരക്ഷിതനായിരിക്കും. നിന്റെ നഷ്ടങ്ങൾ യേശു ലാഭമാക്കി തരും. യേശുവിന്റെ രക്തം നിന്നെ നീതിമാനാക്കും. നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിൽ യേശു ഇടനിൽക്കും. നീ യേശുവിന് വേണ്ടി ജീവിക്കുവാനാണ് അവൻ നിനക്ക് വേണ്ടി മരിച്ചത്. യേശുവിനെ നിന്നെ മടക്കി വരുത്തുവാൻ കഴിയും. യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. നിനക്ക് നിത്യജീവൻ നൽകുവാനാണ് യേശു മരിച്ചത്. നീ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും. യേശു തരുന്ന സമാധാനം നിത്യമാണ്. അത് എടുത്തു കളയുവാൻ ആർക്കും കഴിയില്ല. യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴം ക്രൂശിലേക്ക് കാണാൻ കഴിയും. ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിന്റെ കരത്തിലാണ്. നിന്റെ തകർച്ചയെ യേശു ഉയർച്ചയാക്കി മാറ്റും. നീ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. യേശു മരിപ്പാൻ കാരണം നിന്റെ പാപവും കൂടിയാണ്. നിന്നെ കുറിച്ച് യേശുവിനൊരു പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടതെല്ലാം യേശുവിന്റെ കരത്തിലുണ്ട്. യേശുവിന്റെ കൃപ നിന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി മാറ്റും. വിഷമിക്കണ്ട, യേശു നിന്നെ സഹായിക്കും. ഇത്ര മഹത്വാനായ യേശുവിനെ താങ്കളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. യേശുവേ, എനിക്കങ്ങേ ആവശ്യമാണ്. അവിടുന്ന് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങേ ഞാൻ എന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കളുടെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചുവെങ്കിൽ താങ്കളുടെ പേർ ഈ നിമിഷം തന്നെ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞിരിക്കുക. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയായ നരകത്തിൽ നിന്നും താങ്കളുടെ പ്രാണൻ മോചിക്കപ്പെട്ടതിൽ സ്വർഗം മുഴുവൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ പ്രാർത്ഥനയോടുകൂടി ധ്യാനിക്കുകയും ഒരു സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചതും കാണിച്ചു തന്നതുമായ മാതൃകയായ സ്നാനം സൗകര്യാർത്ഥം സ്വീകരിക്കുക. പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധനയിൽ താങ്കൾ സജീവമായി പങ്കെടുക്കുക. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും യേശു താങ്കളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. പാപ വഴികളെ വിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടെ കാത്തിരിക്കുക.